എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ഡോക്ടർ ജിജോ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. CPM സഹയാത്രികനായിരുന്ന നവീൻ ബാബുവിനെതിരെ രാഷ്ട്രീയ എതിർചേരിയിലുള്ളവരിൽ നിന്നു പോലും വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ജിജോ ജോൺ പറഞ്ഞു. 13 ദിവസം ഒളിവിൽ കഴിഞ്ഞത് PP ദിവ്യയായിരുന്നില്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നുവെന്നും ജിജോ ജോൺ പറഞ്ഞു. നമ്മളെ ഒന്നും നേരിട്ട് ചിലപ്പോൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ചുവപ്പ് നാടയിൽ കുടുങ്ങേണ്ടിയിരുന്ന ഒരുപാട് ഫയലുകളിൽ പേനയുന്തിയ ഒരു മനുഷ്യന് മരണത്തിന്റെ 1.5 മാസത്തിന് ശേഷം നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ ഈ കൂടിയിരിക്കുന്ന മനുഷ്യരേക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നല്ല വടിവൊത്ത വസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത എത്ര ആളുകൾ അവിടെ ഇരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു പിന്തുണയുടെ പേരായത്. ഏതെങ്കിലും സർക്കാരുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളോ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകർത്താക്കളോ ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ എത്ര അധികം ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇരിപ്പാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും. നമ്മളോട് ഒപ്പമുണ്ടെന്ന് പറയുന്നവര് പിന്നീട് പറയുന്നത് എനിക്ക് 2 ഒപ്പുണ്ട് എന്ന് പറയുന്നവരെ പിന്താങ്ങുന്ന കാഴ്ചയെ കാണുന്നു. എന്തു വന്നാലും സർക്കാർ ഒപ്പമുണ്ടെന്ന് പറയുന്ന സർക്കാരിനും പാർട്ടിക്കും വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകൾ, ഒരു മനുഷ്യൻ കേരളത്തിലെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളെയും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പൊതുബോധത്തെ, സാമാന്യ ബോധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എനിക്ക് 2 ഒപ്പും അതിലധികം പേരുമുണ്ടെന്ന് പറയുമ്പോൾ അതിനെ പിന്താങ്ങുന്ന രീതിയിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ ഈ കളക്ടറേറ്റിന്റെ ഓരത്ത് വന്നിരുന്ന് ഈ ചൂട് കാലത്ത് ഇങ്ങനെ സമരം ചെയ്യുന്ന നിങ്ങളെ ഓർത്ത് എനിക്ക് അഭിമാനമാണ്. ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളതിനേക്കാൾ അപ്പുറം ഞാനൊരു കുറെ കൂടി അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിനേക്ക് ഒരു പൗരാവകാശ വിഷയമായിട്ട് കാണാനാകും. രാജൻ കോരമ്പത്ത് അധ്യക്ഷത വഹിച്ചു. KC ഉമേഷ് ബാബു, ഡോക്ടർ D സുരേന്ദ്രനാഥ്, അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ, അഡ്വക്കേറ്റ് അഹമ്മദ് മാണിയൂർ, PT ഭാസ്കരൻ, PP മോഹനൻ, അഡ്വക്കേറ്റ് വിനോദ് പയ്യട തുടങ്ങിയവർ സംസാരിച്ചു. എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.